ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാദജ്യോതിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ എന്ത് കാര്യമാണ് നിങ്ങളിപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവന്ന എന്ത് കർമ്മം ആണ് ഇപ്പോൾ നിലവിൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു കാർഡ് ഞാൻ ചൂസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ കൊണ്ടുവന്ന ഒരു കർമ്മം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ചിലപ്പോൾ ഒരു ഓർഫൻ ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയ ഒരു വ്യക്തിയായിരുന്നിരിക്കാം. മാതാപിതാക്കളൊക്കെ ഉണ്ടായിരുന്നിട്ടും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ ഒരു പ്യുവർ ഓർഫൻ തന്നെ ആയിരുന്നിരിക്കാം. അച്ഛനമ്മമാരില്ലാതെ വളർന്ന ഒരു ഓർഫനായിട്ടുള്ളൊരു വ്യക്തി ആയിരുന്നിരിക്കാം. അപ്പോൾ ആ ഒരു കർമ്മം ഈ ലൈഫിലും നിങ്ങളെ ബാധിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. സോ അന്ന് നിങ്ങൾ അനുഭവിച്ച ആ ഒരു ഒറ്റപ്പെടൽ, അല്ലെങ്കിൽ ചുറ്റും ആരും ഇല്ലാതെ ഉള്ളൊരവസ്ഥ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഓർഫൺ തന്നെ ആയിരിക്കാം. എല്ലാവരും ഉണ്ടായിട്ടും ഓർഫണായിട്ട് ജീവിക്കേണ്ട ഒരവസ്ഥയിൽ ജീവിക്കുന്നവരും ആയിരിക്കാം നിങ്ങൾ. അപ്പോൾ അതൊരു പാസ്റ്റ് ലൈഫ് കർമ്മയാണ് എന്നിവിടെ കാണിക്കുന്നുണ്ട്. പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ അനുഭവിച്ച ഒരു സെയിം കാര്യം ഈ ലൈഫിലും റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. ഒറ്റപ്പെട്ട് നിൽക്കുക എന്നൊരവസ്ഥ, അല്ലെങ്കിൽ ചുറ്റും ആരും ഇല്ലാത്ത ഒരവസ്ഥയിൽ, ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവേണ്ട ആ ഒരവസ്ഥ, ഇത് നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ അനുഭവിച്ചതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത് റെസനേറ്റ് ചെയ്യുന്നവർ ബാക്കി ഇതിൻ്റെ ഗൈഡൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ഇതായിരിക്കും നിങ്ങളുടെ നിലവിലെ സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മയായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ ഇതിലെന്താണ് ഒരു പരിഹാരം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്കിവിടെ ഗൈഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം വന്നേക്കുന്നത് ദ ഹെറോഫൻ കാർഡാണ്. രണ്ടാമത് വന്നേക്കുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇനി അടുത്ത കാർഡ് വന്നേക്കുന്നത് ഡെവിളാണ്. ഓക്കെ, അപ്പോൾ ഈ 3 കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നിങ്ങളുടെ ഒരു ബാഡ് കർമ്മയാണ്. ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ജന്മത്തിൽ ഒരു കണ്ടിന്യൂഷനായിട്ട് വന്നതാകും. ഒരു പക്ഷേ ചിലർക്കെങ്കിലും ഇതൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആവാം. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ ഒരു റീസൺ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആവാം. ആരുടെയെങ്കിലും ദൃഷ്ടിദോഷമോ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്കെതിരെ ഒരു ബ്ലാക്ക് മാജിക് ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റോ ഒക്കെ ആവാനുള്ളൊരു സാധ്യത എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ എന്താ പറയുക, നിങ്ങൾ ഹൈ ട്രഡീഷൻ വാല്യൂ ഉള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, ട്രഡീഷണൽ വാല്യൂസ് ഒരുപാടുള്ളൊരു വ്യക്തി തന്നെയാണ് നിങ്ങൾ. എന്നാൽ പോലും അതിനെയൊന്നും അധികം ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിപ്പോൾ പണം ഉണ്ടാവാം ഇല്ലേ, നിങ്ങളുടെ പണത്തോട് തോന്നുന്ന ഒരു, നിങ്ങളുടെ കയ്യിൽ പണമുണ്ട്, സ്വത്തുണ്ട്, അതിനോട് തോന്നുന്ന ഒരു ദേഷ്യം, അല്ലെങ്കിൽ ഒരു വിദ്വേഷം, ആ തരത്തിലുള്ള ഒരു ജലസി ഒക്കെ ആവാം നിങ്ങളിപ്പോൾ ഈ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടതിൻ്റെ കാരണമായിട്ട് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത്, ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഡിക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞല്ലോ ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഇപ്പോൾ മാത്രമേ വർക്കൗട്ട് ആവൂ. ഇപ്പോൾ നമ്മൾ ലോവർ വൈബ്രേഷനിൽ ഇരുന്നാൽ മാത്രമേ ഏത് ബ്ലാക്ക് മാജിക് നമുക്ക് വർക്കൗട്ട് ആവൂ. നമ്മൾ ഹയർ വൈബ്രേഷനിലോട്ട് മാറിയാൽ ആർക്കും നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ട് അഡിക്ഷൻസിനെ ഒഴിവാക്കുക. അതുപോലെ പണം ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ദൂർത്തടിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അഡിക്ഷൻസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഒഴിവാക്കുക. അത് നിങ്ങൾക്ക് നല്ലതല്ല. കൂടുതൽ ആളുകളെ നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയേ ഉള്ളൂ. സോ ഇതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ ഗൈഡൻസ് ആയിട്ട് തരുന്നത്. നിങ്ങളുടെ അഡിക്ഷൻസിനെ ഒഴിവാക്കുക, പണം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം വരുന്നതായിരിക്കും.